ഞങ്ങളല്ല അയാളെ മാനേജ് ചെയ്യുന്നത്, ബട്ട് ഹി മാനേജസ് us. അയ്യോ പറ്റില്ല, അതിൽ ഭയങ്കര എക്സ്പോഷേഴ്സ് വിൽ ബി ടു ഹൈ. കേരളം എന്ന് കേൾക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്നാണ് മലയാളികളല്ലാത്തവരുടെ മനസ്സിൽ പൊതുവെ ഓടിയെത്തുന്ന ചിത്രം. എന്നാൽ കേരളത്തിന് വേറെ പല കഥകളും പറയാനുണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു തരുന്നു ഓണം ഇൻ എ നൈറ്റി എന്ന പുസ്തകത്തിലൂടെ അഞ്ജന മേനോൻ. ക്വാറന്റീൻ സമയത്ത് തൃശ്ശൂരിൽ അകപ്പെട്ടു പോയ അഞ്ജനയുടെ മുന്നിൽ വന്നത് പ്രതീക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകങ്ങളായ കഥാപാത്രങ്ങളാണ്. ഓണം ഇൻ എ നൈറ്റി എന്ന പുസ്തകത്തിലൂടെ അത് നർമ്മത്തിൽ ചാലിച്ച് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നു അഞ്ജന. ഈ പുസ്തകത്തിനെക്കുറിച്ചും അഞ്ജന ജേർണലിസം മേഖലയിൽ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചും അഞ്ജനയുടെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചും അറിയാൻ ഡ്രീം മലയാളം പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അത് എനിക്കൊരു പ്രചോദനമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ടു ഡ്രീം മലയാളം. അഞ്ജന ജനിച്ചതും വളർന്നതൊക്കെ എവിടെയായിരുന്നു? ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോ അച്ഛനും അമ്മയും എവിടെയാണ്? നാട്ടിലെവിടെയാണ്? അച്ഛനും അമ്മ ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ തൃശ്ശൂരാണ്. രണ്ടുപേരും തൃശ്ശൂർകാർ തന്നെയാണ്. ഓക്കെ. അച്ഛനും അമ്മയും ഏത് മേഖലയിലായിരുന്നു? ഇങ്ങനെ ലിറ്ററേച്ചർ മേഖലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ ഇല്ല, തീരെ ഇല്ല. അമ്മ ഹോം മേക്കറാണ്. അച്ഛൻ വാസ് വിത്ത് ദ ബിർള ഗ്രൂപ്പ്. ഹി വാസ് ആൻ എക്സിക്യൂട്ടീവ് ദേർ ആൻഡ് ദെൻ ഹി ഹാഡ് ഹിസ് ഓൺ ബിസിനസ് ആസ് വെൽ. അപ്പോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ അഞ്ജനയുടെ സ്ഥിര താമസം എന്നുള്ള അങ്ങനത്തെ ഹോം ബേസ് ഉണ്ടോ? എവിടെയാണ് ഹോം ബേസ്? കുറെ സ്ഥലങ്ങളുണ്ട്. ഡൽഹി ഉണ്ട്, ലണ്ടനില് വീടുണ്ട്. അപ്പൊ കുറച്ച് നാള് ഡൽഹിയിൽ താമസിക്കും, കുറച്ച് നാള് ലണ്ടനിൽ താമസിക്കും. ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നാട്ടിലാണ്, തൃശ്ശൂരാണ്. കുറെ നാള് ഇവിടെ കോവിഡിന്റെ ടൈമിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇവിടെയും താമസിക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും ഹോളിഡേക്ക് മാത്രമേ വരാറുള്ളൂ. പക്ഷെ ഇവിടെ താമസിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്, ഇവിടെയും താമസിക്കാൻ പറ്റുന്നത്. അപ്പോ അഞ്ജന എക്കണോമിക് ടൈംസ്, ബ്ലൂംബർഗ് ന്യൂസ്, NDTV എന്നിങ്ങനെ ഉള്ള പേര് കേട്ട പ്രസ്ഥാനങ്ങളിൽ ജേർണലിസ്റ്റായും റൈറ്ററായും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്റ് എന്നുള്ള ബിസിനസ് ന്യൂസ് പേപ്പറിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ എഡിറ്റേഴ്സും കൂടെയാണ്, അതിലൊരാളാണ്. പിന്നെ ടെലിവിഷൻ ന്യൂസ് റൂം നടത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കണ്ടന്റ് സ്ട്രാറ്റജി കൺസൾട്ടൻസി നടത്തുന്നു. ഇങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് അഞ്ജന. ജേർണലിസം കരിയർ എങ്ങനെ തിരഞ്ഞെടുത്തു? എന്തായിരുന്നു പ്രചോദനം? ഞാൻ ചെറുപ്പം മുതലേ എഴുതാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ എപ്പോഴും കോളേജ് മാഗസീനിലും അതിലൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. പിന്നെ കോളേജ് കഴിഞ്ഞിരിക്കുമ്പോ ആക്ച്വലി അതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ എഡിറ്ററെ കണ്ടു, പയനിയറിലത്തെ സൺഡേ എഡിഷന്റെ എഡിറ്റർ. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്നോട് ചോദിച്ചു എഴുതുമോ? ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതും എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് ഷ്രഗ്ഡ് ഇറ്റ് ഓഫ്. അത്ര ആലോചിച്ചില്ല, സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പൊ കോളേജൊക്കെ കഴിഞ്ഞിരിക്കല്ലേ, ഒന്ന് എഴുതിക്കൂടെ ഞങ്ങക്ക് എന്തെങ്കിലും സ്റ്റോറീസ്? ഞാൻ ശരി എന്നും പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ല കേട്ടോ, 10-20 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണത്. പക്ഷെ അവര് ഫോൺ ചെയ്തിട്ട് നോർമൽ ലാൻഡ് ലൈനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അവിടെ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്ത് പറ്റി, കുട്ടി വന്നിട്ടില്ലല്ലോ, കണ്ടില്ലല്ലോ, പ്ലീസ് ആസ്ക് ടു കം ആൻഡ് മീറ്റ് മീന്ന്. അപ്പൊ ഞാൻ ശരിയാ, സാരില്ല, ഒന്ന് പോയി കാണാം, എന്തായാലും ഹോളിഡേയ്സ് അല്ലേ, ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിപ്പോ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ എഴുതിക്കൂടെ, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് 2-3 ഐഡിയാസ് ഉണ്ട്, ഇതിങ്ങനെയാണ് ഈ 1-2 സ്റ്റോറി ഐഡിയാസ്. അപ്പൊ അവര് പറഞ്ഞു ശരി എഴുതൂന്ന് പറഞ്ഞു. ഞാൻ എഴുതി. അപ്പൊ പറഞ്ഞു സൺഡേ മാഗസീനിന് സബ്മിറ്റ് ചെയ്തോളോ, പക്ഷെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തോളോ, പക്ഷെ ഞങ്ങൾ എപ്പോഴാ പബ്ലിഷ് ചെയ്യാന്ന് പറയില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചെങ്കിൽ അതിൽ എത്രകൊണ്ടും എഡിറ്റിംഗ് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ എഴുതി, എന്റെ എബിലിറ്റി വെച്ചിട്ട് ഞാൻ എഴുതി സ്റ്റോറി കൊടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കാം. ഇത് എല്ലാം ഫിസിക്കലാണ് അന്നത്തെ കാലത്ത്, പോയി ചോദിക്കണം, മീറ്റിംഗ് ടൈം എടുക്കണം, ഫോണിൽ അവര് കിട്ടണം, ലാൻഡ് ലൈനിലോ ഓഫീസ് ടൈമിലോ. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ സൺഡേ മോർണിംഗ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഫോൺ ചെയ്യാൻ തുടങ്ങി. നന്നായിട്ടുള്ള ഒന്നത്തെ ആർട്ടിക്കിള്, ഇസ് ദിസ് റിട്ടൺ ബൈ യു എന്ന് ചോദിച്ചിട്ട്, എന്താ വെച്ചാൽ പേര് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു പയനിയറിൽ ഇങ്ങനെ അഞ്ജന മേനോൻ എന്നിട്ട്. ഞാൻ പറഞ്ഞു അവര് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ തേഴ്സ്ഡേ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്ന്. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ഈ പേപ്പർ ഞങ്ങൾ വീട്ടിൽ വരുത്തുന്ന പേപ്പറും അല്ല അന്നത്തെ കാലത്ത്, ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും എക്കണോമിക് ടൈംസ് ഒക്കെയാണ് വരാറ്. അപ്പൊ വേഗം ഞാൻ വീട്ടിൽ ആരോട് പറഞ്ഞു, ഒന്ന് ഓടിപ്പോയിട്ട് മാർക്കറ്റിന് ന്യൂസ് പേപ്പർ കൊണ്ടിട്ടോ, എനിക്കറിയില്ല അത് എന്റെ ആർട്ടിക്കിൾ ആണ്. നോക്കിയപ്പോ ഇറ്റ് വാസ് എ ഫ്രണ്ട് പേജ് ഓഫ്
the Pioneer Sunday Edition magazine, and ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. I mean, it was exactly ഞാൻ എഴുതിയ മേരി തന്നെയായിരുന്നു. അപ്പൊ I was, quite thrilled and happy. കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, I forgot to inform you last night, but your article was so good. ഞങ്ങൾ അങ്ങനെ തന്നെ we've carried it like that എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, you should take this seriously. You actually are a good writer. You might have a career in writing in journalism. So please do a few more. എന്താ വെച്ചാൽ ഹോളിഡേസ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 4-5 ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം എക്കണോമിക് ടൈംസ് ഫോൺ കോൾ വന്നു. ആ ഒരു പയനിയറിൽ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി ആരാണ് ഇങ്ങനെ എഴുതുന്നത്, ഒന്ന് വന്ന് കാണാൻ പറയുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അവർ പറഞ്ഞു, why don't you write for us? അങ്ങനെ I became a journalist. ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. I had a fellowship for Oxford and Cambridge. I had qualified for a fellowship. അപ്പൊ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ റൈറ്റിംഗ് ജേർണലിസം തുടങ്ങിയപ്പോ അതിൽ അങ്ങനെ ഇൻട്രസ്റ്റ് കയറി. Then I didn't pursue that. I stayed as a journalist. MA കഴിഞ്ഞിട്ടായിരുന്നു ഇത്? മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. അതിന്റെ അവധിക്കാലത്ത്. ഓക്കെ. ആദ്യമായിട്ട് എഴുതിയ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ ആദ്യത്തെ ആർട്ടിക്കിൾ? ഇറ്റ് വാസ് അബൌട്ട്, ആക്ച്വലി നിങ്ങളുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആണ്, IT പറ്റിയിട്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ കുറെ ഈ IT സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേൺ ഹൗ ടു യൂസ് കമ്പ്യൂട്ടേഴ്സ്, ലേൺ എവറിത്തിങ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് NIIT അവരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർ എന്താ ചെയ്യാറ് അന്നത്തെ കാലത്ത് വെച്ചെങ്കിൽ, എന്റെ 1-2 കസിൻസ് അവിടെ പോയി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ളത്, ഹൗ ടു ടൈപ്പ്, റീബൂട്ട് എങ്ങനെയാ ചെയ്യുക, അതിപ്പോ അങ്ങനത്തെ ക്ലാസ്സസ് ആയിരുന്നു അവർ എടുക്കുന്നുണ്ടായിരുന്നത്, വെരി ബേസിക് ക്ലാസ്സസ്. പക്ഷെ വലിയ കാര്യത്തില് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ റാക്കറ്റ് എന്ന് വെച്ചെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ പറയില്ലേ ഫോമോ, അങ്ങനെ പേരൻസിന് തോന്നുന്നുണ്ടായിരുന്നു, അയ്യോ എന്റെ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ല വെച്ചെങ്കിൽ എന്താ ഉണ്ടാവുക. പിന്നെ കുട്ടികൾക്ക് സയൻസ് സ്ട്രീമിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, those who are not, ഡോക്ടേഴ്സും അങ്ങനത്തെ സ്ട്രീമിലല്ല വെച്ചെങ്കിൽ. അപ്പോ അങ്ങനെ ഒരു ഹിസ്റ്റീരിയ ഉണ്ടായിരുന്നു. ആൻഡ് അതിനെ പറ്റിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി ഡീമിസ്റ്റിഫൈങ് ദാറ്റ് ഇത് അത്ര വലിയ ഭയങ്കര സാധനങ്ങളൊന്നും അല്ല അവർ പഠിപ്പിക്കുന്നത്. അവർ ആക്ച്വലി കുറെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനത്തെ കോഴ്സിന് കാശ് കൊടുത്ത് ആരും എൻറോൾ തന്നെ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് സ്റ്റോറി. ഗ്രേറ്റ്. ഈ ജോലിയുടെ ഭാഗമായിട്ടപ്പോ സിംഗപ്പൂർ, ലണ്ടൻ, ഡൽഹി, കേരളം എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടല്ലേ? ഇതുവരെ താമസിച്ച സ്ഥലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന 1-2 നല്ല അനുഭവങ്ങൾ വിവരിക്കാമോ? ഡൽഹിയിൽ ഞാൻ പഠിച്ചു വളർന്ന സിറ്റിയാണ്. ഇറ്റ് ഇസ് മൈ, എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ വേർ ആർ യു ഫ്രം എന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ പറയാ ഞാൻ ഡൽഹി ആയിട്ടാണെന്നാണ് പറയാ. അപ്പോ ഡൽഹിയിലത്തെ കൾച്ചർ ഇസ് വെരി ഡിഫറെന്റ്. എന്റെ ആക്ച്വൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചെങ്കിൽ, എവറി സിറ്റി ഹാസ് എ കൾച്ചർ, വെദർ ഇറ്റ് ഇസ് സിംഗപ്പൂർ, വെദർ ഇറ്റ് ഇസ് ഡൽഹി, ലണ്ടൻ, ഇപ്പൊ നാട്ടിലായാലും. അപ്പോ എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചെങ്കിൽ, യു ഹാവ് ടു അഡോപ്റ്റ് ആ സിറ്റിയുടെ കൾച്ചർ. നമുക്ക് ഫിറ്റ് ഇൻ ചെയ്യണമെങ്കിൽ, അസിമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ അതില് സം സിറ്റീസ് ആർ ഈസിയർ ടു ലിവ് ഇൻ ദാൻ അതേഴ്സ്. എനിക്ക് തോന്നിയത് ലണ്ടൻ വാസ് വെരി ഈസി ഫോർ മീ ടു സെറ്റിൽ ഇൻ ടു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിറ്റിയാണ്. ഇങ്ങനെ ഒരു ഇഫ് യു ആസ്ക് മീ എന്താ ഹൗ ടു ഡിസ്ക്രൈബ് ദ സിറ്റി, ഇറ്റ്സ് എ സിറ്റി ദാറ്റ് ലെറ്റ്സ് യു ബി. എന്ന് വെച്ചെങ്കിൽ ഒന്നാമത് അവിടെ കുറെ കണ്ടമാനം ഇമിഗ്രന്റ് പോപ്പുലേഷൻ ഉണ്ട്. ആൻഡ് ക്രിയേറ്റീവ്ലി ഭയങ്കര റേഞ്ച് ഓഫ് പീപ്പിൾ ആൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എവറി ഡേ പുറത്തു പോയാലും കണ്ടമാനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അവരുടെ ബിഹേവിയർ ഇസ് ഓൾസോ യുണീക്ക് ആൻഡ് ക്വർക്കി. അപ്പോ ഇറ്റ്സ് എ സിറ്റി വെർ യു കൻ ഒബ്സർവ് ആൻഡ് വാച്ച് പീപ്പിൾ. ആൻഡ് ഫോർ എ റൈറ്റർ ഇറ്റ്സ് എ ഡിഫറെന്റ് വിൻഡോ. നമുക്ക് കുറെ ഇങ്ങനെ നമ്മളിങ്ങനെ പുസ്തകം എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് എവറി ഡേ ലൈഫിൽ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടും. പക്ഷെ ഇതിന്റെ എല്ലാത്തിലും രസം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ എഴുതിയ ബുക്ക് ആക്ച്വലി സ്മോൾ ടൗണിനെ പറ്റിയിട്ടാണ്. ഓണമൻ ആൻഡ് IT. അത് കേരളത്തില് തൃശ്ശൂര്, ആക്ച്വലി എന്റെ പേരൻസ് താമസിക്കുന്നത് പൂങ്കുന്നത്താണ്. അതിന്റെ ഒരു 10 കിലോമീറ്റർ പെരിഫറിയിലാണ് ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ സെറ്റ്. അപ്പൊ അതിലൊരു there's a charm in it എന്ന് പറയില്ലേ, വളരെ ഒരു ചാമും ഒരു റെവലേഷനും ഉണ്ടായി എനിക്ക്. ദാറ്റ് when life slows down, നമ്മൾ നോർമലി അങ്ങനെ വിചാരിക്കില്ല സ്മോൾ ടൗണിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ലൈക്ക് ദാറ്റ്. എന്റെയും ധാരണ അങ്ങനെയായിരുന്നു, ലണ്ടനിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ടു റൈറ്റ് ഇൻ എ ബുക്ക്. പക്ഷെ എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടിയത് തൃശ്ശൂരാണ്.
ഇപ്പം ഇങ്ങനത്തെ ഒബ്സർവേഷൻ സ്കിൽസ് എങ്ങനെയാണ് തുടങ്ങിയത്? എന്നോട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ തുടങ്ങിയത്? ആക്ച്വലി അങ്ങനെ പറയുകയാണെന്നുവെച്ചെങ്കിൽ ബിക്കോസ് ഞാൻ ട്രെയിൻ ജേർണലിസ്റ്റ് ആണ്, ആൻഡ് ആസ് എ ജേർണലിസ്റ്റ് യു ഓൾവേസ് ഹാവ് ടു ഒബ്സർവ്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണെന്ന് വിചാരിക്കുക, ബിസിനസ് ജേർണലിസം ആണ് ഞാൻ ചെയ്തേക്കുന്നത് ഓൾവേസ്, അല്ലാണ്ട് ഞാൻ പൊളിറ്റിക്കൽ ജേർണലിസം ജനറൽ റിപ്പോർട്ടിംഗ് അല്ല ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ എന്റെ ഒരു നീഷ് ഉണ്ട് ബിസിനസ് ജേർണലിസം. അതിലത്തെ സ്കിൽസ് ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ദാൻ പൊളിറ്റിക്കൽ ജേർണലിസം. പക്ഷെ ഒരു ബേസിക് സ്കിൽ ദാറ്റ് എവറി ജേർണലിസ്റ്റ് നീഡ്സ് ഇസ് ഒബ്സർവേഷൻ സ്കിൽസ്. ഇപ്പൊ നമ്മൾ പലരോടും സംസാരിക്കണം, ഇപ്പൊ ബിസിനസ്സിൽ കുറെ സിഇഒസിന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാറുണ്ട് റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. അപ്പോ നമ്മള് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യണം. വെരി ഏർലി ഓൺ ഞാൻ അത് ഐ റിയലൈസ്ഡ്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അവർ ഫിജിറ്റി ഉണ്ടോ, അവരുടെ എക്സ്പ്രഷൻ എങ്ങനത്തെയാണോ, അത് ടേക്കൺ ബാക്ക് ബൈ ദ ക്വസ്റ്റ്യൻ. അപ്പൊ അവർ ഫംബിൾ ചെയ്യുമ്പോ ആൻസർ ചെയ്യുമ്പോ നമുക്കറിയാം ഇതിപ്പോ എത്രകൊണ്ടും നമ്മളോട് റിയലിസ്റ്റിക് ആയിട്ടുള്ള, എത്രകൊണ്ടും സത്യം പറയുന്നുണ്ട്, പിന്നെ എത്രകൊണ്ടും നമ്മൾ പറയില്ലേ കൊലോക്കിലി ഗോലി എത്രകൊണ്ടും തരണ്ടെന്ന്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഐ തിങ്ക് ആക്ച്വലി ഇറ്റ് പ്രോബബ്ലി സ്റ്റാർട്ടഡ് ദർ. പിന്നെ വേറൊരു സ്കില്ല് വേണ്ടത് ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒന്ന് നമുക്ക് ന്യൂസ് എങ്ങനെയാണ് അൺറാവൽ ചെയ്യുന്നതെന്ന് അത് ഒബ്സർവ് ചെയ്യണം. പിന്നെ പക്ഷെ ഈ ന്യൂസ് ഈ ഡയറക്ഷനിലാണ് പോണെച്ചെങ്കിൽ ഇതിന്റെ എന്താ ഇംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോണേ ഫോർ ദ കമ്പനി, ഫോർ ഷെയർ ഹോൾഡേഴ്സ്, മേബി ഫോർ ദ ഓവറോൾ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇക്കോണമിയിൽ എന്തെങ്കിലും ഇപ്പോ അനൗൺസ്മെന്റ് ഗവൺമെന്റ് ചെയ്തു, അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ ഉണ്ടാവാൻ പോണേ ഫോർ ദ കമ്പനീസ് യു കവർ. അപ്പൊ യു ഹാവ് ടു ഓൾവേസ് തിങ്ക് അഹെഡ്. ഈ സിറ്റുവേഷൻ വെച്ചിട്ട് എന്താ ഉണ്ടാവാൻ പോണേന്ന് എപ്പോഴും കോൺസ്റ്റന്റ്ലി ഇറ്റ്സ് 24/7 in your head. ആൻഡ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ബൾക്ക് ഓഫ് മൈ കരിയർ ന്യൂസ് വയറിലായിരുന്നു. അപ്പൊ അതിൽ ദർ ഇസ് നോ ലെറ്റിംഗ് അപ്പ്, എപ്പോഴും ഓൾവേസ് ഓൺ കൈൻഡ് ഓഫ് എൻവയൺമെന്റ് ആണ്. ഒരു 3 seconds 4 seconds ലേറ്റ് ആവാൻ പറ്റില്ല ന്യൂസ് കൊണ്ട്. എന്താ വെച്ചാൽ മാർക്കറ്റ് ഇസ് ട്രേഡിങ്. അപ്പോ യു ഹാവ് ടു ഓൾവേസ് ഒബ്സർവ്. ഐ തിങ്ക് ഞാൻ ഇതിനു മുമ്പ് അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് ദാറ്റ് ഇങ്ങനെ ഈ ഒബ്സർവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിയത്. അപ്പോ ഓണം ഇൻ നൈറ്റി എന്നുള്ള പുസ്തകം എഴുതി കഴിഞ്ഞപ്പോ എന്താണ് ഏറ്റവും വലിയ റെവലേഷൻ ആയിട്ട് തോന്നിയത് കേരളത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും റെവലേഷൻ ആയിട്ട് തോന്നിയോ? എനിക്ക് തോന്നി 2-3 തിങ്സ്. ദാറ്റ് ബുക്കിലുള്ള ക്യാരക്ടേഴ്സ് ആക്ച്വലി യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്നത് കേരളത്തിലത്തെയാണ്. എന്റെ ലിമിറ്റഡ് ഇന്ററാക്ഷൻ എന്താ വെച്ചെങ്കിൽ അന്ന് ഞാൻ എഴുതിയ സമയത്ത് ക്വാറന്റീനും കൊറോണയുടെയും കോവിഡിന്റെയും പ്രോബ്ലംസ് ഒക്കെ നടക്കണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരും ജനങ്ങളൊന്നും അവിടെ എവിടെയും കിടന്ന് നടക്കലും പിന്നെ തിക്കും തിരക്കൊന്നും ഇല്ലാത്തത് നേരത്താണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് പറയാം ലൈഫ് സ്ലോസ് ഡൗൺ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ക്യാരക്ടേഴ്സിൽ ഒരു യൂണിവേഴ്സൽ, ഈ എല്ലാ ക്യാരക്ടേഴ്സും യൂണിവേഴ്സലാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കിട്ടും. ദാറ്റ് വാസ് വൺ ഓഫ് ദ തിങ്സ്. എന്ന് വെച്ചെങ്കിൽ കുറെ ആൾക്കാർ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് എഴുതി, ഞങ്ങളുടെ ഹോം ടൗണിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, വി വിഷ് ഞങ്ങൾ ഈ പുസ്തകം ഞങ്ങൾക്കും എഴുതായിരുന്നു, ഞങ്ങൾ ഇത് ആലോചിച്ചില്ല എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പോ ബുക്കിലൊരു ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ട്, എന്റെ പേരൻസ് കെയർ ടേക്കറാണ്. ആൾക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ നമ്മൾ ട്രഡീഷണലി പറയുമ്പോൾ നാട്ടിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ട് കള്ളു കുടിക്കുന്ന സ്വഭാവം. പക്ഷെ അതിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എഴുതിയേക്കുന്നത് അയാളുടെ എബിലിറ്റി ടു മാനേജ് അസ്. ഞങ്ങളല്ല അയാളെ മാനേജ് ചെയ്യുന്നത്, ബട്ട് ഹി മാനേജസ് അസ്. അപ്പൊ അതിലൊരു രസമുണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആണ് ഇൻ ദ ബുക്ക് ഇൻ സം വേസ്. അപ്പോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എല്ലാ സ്മോൾ ടൗൺസിലും എല്ലാ ലാർജ് ടൗൺസിലും എല്ലായിടത്തും ഉണ്ടാവും. പീപ്പിൾ അവർക്കൊരു സ്കിൽ ഉണ്ടാവും, എക്സെപ്ഷണൽ സ്കിൽ അറ്റ് മാനേജിങ് പീപ്പിൾ ആൻഡ് ഗെറ്റിംഗ് വാട്ട് ദേ വാണ്ട്. അപ്പോ ഐ തിങ്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു that was my finding from writing the book. അതിനകത്തൊരു ക്യാരക്ടർ അല്ലേ റോസി അല്ലേ? റോസി പറയില്ല, പുസ്തകം വായിച്ചിട്ട് ആൾക്കാർ പോയി പുസ്തകം വായിക്കട്ടെ ആരാണ് ആ ക്യാരക്ടർ എന്ന് അറിയാൻ. കൂൾ. അപ്പൊ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ നർമ്മത്തിൽ ചാലിച്ചുള്ള എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രസിക സ്വഭാവമുള്ള ആളാണോ? അതിങ്ങനെ ഇറ്റ്സ് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി. ഇപ്പൊ ഞാൻ ജേർണലിസത്തില് ന്യൂസ് റൂം നടക്കണം നേരത്ത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും
ഭയങ്കര ഫേം ആണെന്ന് ആസ് എ ന്യൂസ് ലീഡർ. That you cannot negotiate much with me. If I say something, this has to be done a certain way. അത് wrong ആണെങ്കിലും I will say yes, Sarlia, it's my mistake, you do it your way. പക്ഷേ ഒരു ഡിസിപ്ലിൻ സ്റ്റൈലില് അതും ഇപ്പോൾ ഞാൻ ബ്ലൂംബർഗില് ഭയങ്കര ഹാർഡ് ഡിസിപ്ലിൻ ആയിരുന്നു ഞങ്ങൾക്ക്. 1 സെക്കൻഡ് 3 സെക്കൻഡിലൊക്കെ ടൈമിംഗ് വാസ് വെരി ക്രിട്ടിക്കൽ. അപ്പോൾ അതിന്റെ ഒരു ലെഗസിയാണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. പക്ഷേ I think mostly people have said to me that you're a very funny boss. പക്ഷെ അതിങ്ങനെ ബുക്കിലായിട്ട് എഴുതുന്ന ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ചെങ്കിൽ നോർമലി ഫണി ബോസ് എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയറ്റ് ഒരു റെസ്പോൺസ് കൊടുത്തിട്ട് യുനോ ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ആൾക്കാരെ കൊണ്ട് ചിരിച്ച് പണിയിപ്പിക്കാനാണ് കുറച്ചും കൂടി രസം. യുനോ ആസ് എ ലീഡർ they will do more for you. ആൻഡ് ഇപ്പോ നമ്മളിങ്ങനെ ചിലപ്പോൾ ആക്ച്വലി റിയലൈസ് ചെയ്യില്ല, പക്ഷെ most of their waking hours are ഓഫീസിലാണ്. അപ്പൊ ആ ഓഫീസ് എൻവയൺമെന്റ് കുറച്ചൊരു രസകരമായിട്ടുള്ള ഓഫീസ് എൻവയൺമെന്റ് വെച്ചെങ്കിലും വെളിച്ചാകുമ്പോൾ എട്ട് കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ഓഫീസിലേക്ക് പോവാൻ തോന്നും. അപ്പോ അങ്ങനെ ആ ഒരു premise വെച്ചിട്ട് I used to be like എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് I would laugh about a situation or joke about it. പക്ഷെ അത് ബുക്കിൽ ട്രാൻസ്ലേറ്റ് ആയിട്ട് റൈറ്റിംഗിൽ വരുമെന്ന് I hadn't thought so much. ഈ ന്യൂസ് റൂം ഇതിനെ വെച്ചിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു തമാശ ഒരു പുസ്തകം എഴുതാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ പറ്റില്ല, അതിൽ ഭയങ്കര എക്സ്പോഷേഴ്സ് വിൽ ബി ടു ഹൈ. ഓക്കെ, വേറെ സാധനം ഇപ്പൊ ഓണമിന് നൈറ്റി പുസ്തകം ആ പ്രൊഫസർ തുടങ്ങുന്ന ഭാഗത്തിൽ അഞ്ജന പറയുന്നുണ്ട്, ഐ എം വാട്ട് യു കുഡ് കോൾ എ പ്രൊവേർബിയൽ ഔട്ട്സൈഡർ വിത്ത് എ ക്ലെയിം ടു ബി ബീങ് എൻ ഇൻസൈഡർ. ഈ ലോക്ക്ഡൗൺ അനുഭവങ്ങൾക്ക് ശേഷം കേരളത്തിനെ എത്ര കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു? And the experience of Kerala is through my characters. I know there is no doubt about that. അല്ലാണ്ട് കേരളത്തിനെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതി അപ്പൊ എനിക്ക് ഞാൻ കേരള എക്സ്പേർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അത് പറയുന്നത് കുറച്ചൊരു ഡിസിൻജെനുവസ് ആണ്. പക്ഷെ എന്റെ കേരളത്തിനെ പറ്റിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി. എന്ന് വെച്ചെങ്കിൽ എന്റെ കേരളത്തിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് ചെറുപ്പത്തിലത്തെ ആ ഒരു പെർസ്പെക്റ്റീവാണ്. ഞാൻ ഹോളിഡേസിന് വരും, കണ്ടമാനം യൂണിയനൈസേഷൻ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, അത് കാണും. പിന്നെ കസിൻസും എല്ലാവരും ഔട്ട് ഓഫ് ദ കൺട്രിയാണ്, പുറത്താണ് ജോലി എടുക്കുന്നത്. അപ്പോ നമുക്ക് തോന്നും ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പിന്നെ ആകെ കസിൻസിനോട് ഇന്ററാക്ട് ചെയ്യും, തിരിച്ചു വരും, പേരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ഉണ്ട്. മലയാളി ഈസ് എ ലോട്ട് മോർ റെസിലിയന്റ് ആൻഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. ഞാനിപ്പോ ഡൽഹി നോർത്തിലത്തെയും ബാക്കി സ്ഥലത്തെയും നോക്കുമ്പോ കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഇസ് വെരി ഹൈ. പിന്നെ എന്റെ ബിഗസ്റ്റ് ഒബ്സർവേഷൻ ഇസ് ദാറ്റ് നോർത്തിലത്തെയും കേരളത്തിലത്തെയും ഡിഫറൻസ്, കേരളം ഇൻ സം വേസ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ദ UK. എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമ്മുടെ സിവിൽ അമ്യൂണിറ്റീസ്, സിവിക് അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുവിധം സ്മൂത്ത്ലി ആയിട്ട് പോവും. ലൈറ്റ് ബൾബ് ഇല്ല, ലൈനിലത്തെ ലൈറ്റ് ബൾബ് ഇതായി നമ്മൾ ഫോൺ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 മണിക്കൂറിനുള്ള അവരത് ഫിക്സ് ചെയ്യും. നോർത്തിൽ അത് നമ്മൾ 2 വട്ടം 3 വട്ടം പറയണം. ആ മനുഷ്യൻ അവിടെ എത്തി കഴിഞ്ഞാൽ അയാൾ പറയും ഞാൻ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഫിക്സ് ചെയ്തു, ഇനി ഇതിന്റെ ബക്ഷീഷ് തരുമോ. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് എൻവയൺമെന്റ് ആണ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് കുറച്ച് ഗുസ്തി പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയുമെങ്കിൽ പെട്ടെന്ന് പണികൾ നടക്കും. എനിക്ക് തോന്നിയത് നാട്ടില് പബ്ലിക് സർവീസസ് ഉള്ളത് നമുക്ക് അങ്ങനെ ആരെയും അറിയേണ്ട ആവശ്യമില്ല, അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് അവർ ചെയ്യും. അത് ഇറ്റ്സ് ക്വൈറ്റ് സിമിലർ ടു എ ഡെവലപ്ഡ് കൺട്രി. അപ്പൊ ആരോ കോമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്ച്വലി മനു ജോസഫ് കോമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദി ഓത്തർ, that it captures how it's like a first world in a third world, Kerala, which I think I'll parnel there is some merit to it. എന്തായിരിക്കും കാരണം തോന്നുന്നു ഇതിന്റെ? എന്തുകൊണ്ടായിരിക്കും കേരള ഒരു ഔട്ട്ലയർ ആയിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഇരിക്കാനുള്ള കാരണമായിട്ട് തോന്നുന്നു? അഞ്ജനയുടെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. I think ഒന്നാമത് is education. പിന്നെ ആൾക്കാര് constantly they still talk and debate about things without fear. But education definitely, I think, is a big outlier and is a big change maker. And nammada avadekka in Kerala the caste issues and all were settled a lot earlier than the north. It is not, of course, ആൾക്കാർ ഡിബേറ്റ് ചെയ്യുമ്പോൾ പറയും ദളിത് ഒപ്രഷൻ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ. അത് എല്ലാ സ്റ്റേറ്റ്സിലും ഇന്ത്യയിലുണ്ട്. പക്ഷെ ഐ തിങ്ക് ദ ലെവൽ ഓഫ്
അട്രോസിറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ കേരളത്തിൽ കുറവാണ്. ശരിക്കുള്ള ന്യൂസ് പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയില്ലേ, എന്താ പറയാ, സ്തംഭിച്ചു പോകും എന്ന് പറയുന്ന കേസസ് മോസ്റ്റ്ലി ബിമാറു സ്റ്റേറ്റ്സിലും നോർത്തിലൊക്കെയാണ്. എഡ്യൂക്കേഷൻ ഇപ്പൊ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇവിടെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോവും. ഞാൻ മറ്റേ കോണ്ടന്റ് പിക്സീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടന്റ് സ്ട്രാറ്റജി ഫേം നടത്തുന്നുണ്ട്. അപ്പൊ എന്റെ കുറെ ക്ലയൻസ് NGO സ്പേസിലാണ്. അപ്പൊ നോർത്തില് കുറെ രാജസ്ഥാൻ, UP അങ്ങനെ കുറെ സ്റ്റേറ്റ്സിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ റിപ്പോർട്ട്സും അതൊന്നൊക്കെ ഉണ്ടാക്കാൻ. അപ്പോ അവിടുത്തെ പോവർട്ടി ശരിക്കും ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കണ്ടമാനമുണ്ട്. നാട്ടില് നമുക്കത്, കേരളത്തില് അതില്ല. ആൾക്കാർക്ക് പഠിപ്പുണ്ട്, എഴുതാനറിയാം, പേര് എഴുതാനറിയാം, ഫങ്ഷണൽ ലിറ്ററസി ഹൈ ആണ്, നോർമൽ ലിറ്ററസി ഈസ് ഓൾസോ വെരി ഹൈ. പിന്നെ ഞാൻ വേറെ ഒരു ഒബ്സർവേഷൻ ചെയ്തേക്കുന്നത്, വെളിച്ചാകുമ്പോൾ ന്യൂസ് പേപ്പർ എല്ലാവരും വായിക്കും. ഇപ്പോ എന്റെ ബുക്കിൽ 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണ്. അവർ ഹോംലെസ് ആണെന്ന് തോന്നുന്നുണ്ട്, വീടൊന്നും ഇല്ലാന്ന് വെച്ചെങ്കിൽ രാത്രി അവിടെ കിടക്കുന്നുണ്ട്. വെളിച്ചാകുമ്പോഴും കാണാം, രാത്രിയും കാണാം. ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗുള്ളൂ അവരുടെ പൊസഷൻസ് ആയിട്ട്. അപ്പൊ അവർക്ക് വീടും കുടുംബവും ഒന്നും ഇല്ല എന്നാ തോന്നുന്നത്. പക്ഷെ അവരും ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹാബിറ്റ് ഉണ്ട് ഓഫ് ബീങ് ഇൻവോൾവ്. പിന്നെ കേരളത്തിൽ ഒരു സെൻസ് ഓഫ് ഇക്വാലിറ്റി ഉണ്ട് ആൾക്കാർ തമ്മിൽ. ഇവിടെ ഇപ്പോ നോർത്തിൽ ഞാൻ നോക്കിയിട്ട് ആൾക്കാർ ഭയങ്കര എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇസ് വെരി ഡിഫറെന്റ്. ഒരു ഹയറാർക്കി ഉണ്ട് വിച്ച് ഇസ് വെരി ഡിസ്റ്റിങ്ക്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോ ജോലിക്ക് വരുന്ന ആൾക്കാര് ഇതേർ അറ്റ് പാർ, ഒരു ഇക്വാലിറ്റി സംസാരിക്കുമ്പോഴും എല്ലാത്തിലും ഒരു അപ്രോച്ച് ഇസ് വെരി ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഇസ് ദ ബിഗസ്റ്റ്. ആൾക്കാർക്ക് റൈറ്റ്സും ഓബ്ലിഗേഷൻസിന്റെ നല്ല ഇതുണ്ട്. അതെ, എഡ്യൂക്കേഷൻ ഉള്ളതോടെ അവരുടെ എന്താണ് അവർക്ക് അറിയിക്കുന്ന സാധനം എന്താണെന്ന് അവർക്ക് അറിയാം. അർഹത അതൊക്കെ അറിയാം. ഇപ്പൊ തന്നെ നമ്മുടെ ചായക്കടകൾ, ഇപ്പൊ പഴയ സിനിമകളിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ ചായക്കടകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിബേറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. പത്രം, എല്ലാ ചായക്കടയിലും ഒരു പത്രമുണ്ട്. അത് പണ്ടത്തെയൊക്കെ ഓർമ്മയിൽ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സും ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വേദിയായിട്ടാണ്. അത് വേറെ അധികം സ്ഥലങ്ങളിൽ മേ ബി ഈവൻ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ ഇത് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അതൊരു യുണീക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഹോംലെസ് ആൾക്കാരും മീൻസ് ടെക്നിക്കലി ഹോംലെസ് ആണ്. എപ്പോഴും പ്ലാറ്റ്ഫോമിലാണ് ഉറങ്ങണേ, കിടക്കണേ, എല്ലാ പണികളും അവിടെ ചെയ്യുന്നത്. അപ്പോ അവരും വിളിച്ചാകുമ്പോ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോ ഒരു അവയർനെസ് ഉണ്ട് അവർക്ക്, ഗ്രേറ്റർ അവയർനെസ്. എന്റെ കേരളത്തിൽ എന്താ നടക്കണേ, ലോകത്തിൽ എന്താ നടക്കണേ, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ. പിന്നെ എൻ്റെ ഓർമ്മയിൽ പണ്ട് നാട്ടിൽ എൻ്റെ ആൻറ്റിയുടെ അവിടെ പോകുമ്പോൾ, നാട്ടിൽ പോകുമ്പോൾ അവിടെ ആക്ച്വലി 5 പത്രങ്ങളൊക്കെ വരുത്തുന്നത്. മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി. ഇപ്പം എനിക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ വരുത്തുന്നത്. കാരണം അവർ കുറച്ചും കൂടെ കൂടുതൽ ഇൻഫോംഡ്. ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, പല പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ വിചാരിക്കും എന്തിനാണ് ഇത്രയും പത്രം മേടിക്കുന്നത് അന്നും ആലോചിക്കാറുണ്ട്. ഇപ്പോഴാണ് എൻ്റെ ഗുഡൻസ് മനസ്സിലായത്. കൂൾ. മലയാള സിനിമ കാണാറുണ്ടോ? ചിലപ്പോ. ഇത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു സിനിമയുണ്ട്, മോഹൻലാലിന്റെ സിനിമയാണ്, ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാന്ന് പറഞ്ഞത്. സോൾട്ട് മാംഗോ ട്രീ ഒരു സീൻ ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്ന ഒരു സീനാണത്. അതിന് തൊട്ട് മുൻപ് ജഗതി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതും വളരെ ഫേമസ് ആണ്. വേണമെങ്കിൽ ഞാനിപ്പോ കാണിക്കാം. ഒരു സെക്കൻഡ്. മോഹൻലാല് ഇംഗ്ലീഷ് സാറായിട്ട് വരുന്ന, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. Come and going of the completely boys and girls and butterflies. അപ്പൊ മേനകയ്ക്ക് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, ആ സീനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ജഗതി പറഞ്ഞ ആ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു സീനുണ്ട്. അത് ആക്ച്വലി ക്ലാസിക് സീൻസ് ആണ്, നമ്മുടെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു സീനാണ്. ഇതിൻ്റെ അകത്തൊരു സീൻ ചോദിക്കും, പിള്ളേർ ചോദിക്കും, സോ അങ്ങനെ ഒരു ക്ലാസിക് ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ആക്ച്വലി അത് കാണിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബുക്ക് കുറച്ച് വായിച്ചപ്പോഴില്ല, അതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ GRE വേർഡ് ലിസ്റ്റിൽ പോലും കാണാത്ത വാക്കുകൾ അതിൻ്റെ അകത്ത് കണ്ടു. കപ്പാരിസൺ, പാരസോൾ, റൈസൺ, ഡെട്രേ, പെരിപെറ്ററ്റിക്.
എന്നിങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ അഞ്ജന എഴുതിയ ഓണം ഇൻ എ നൈറ്റി എന്ന പുസ്തകത്തിൽ വായിച്ചപ്പോൾ ജഗതിയുടെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും എന്ന ഡയലോഗാണ് ഓർമ്മ വന്നത്. അപ്പോ അഞ്ജന ഈ ഡൽഹി യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷിൽ റാങ്ക് ഹോൾഡർ ആണ്, ബാച്ചിലേഴ്സിലും ഇംഗ്ലീഷിൽ റാങ്ക് ഹോൾഡർ ആണ്. ഇങ്ങനെ ഇംഗ്ലീഷ് പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് എന്തൊക്കെ ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? അയ്യോ, അത് ലാംഗ്വേജ് ഒരു നാച്ചുറൽ ഗിഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നണേ. അപ്പോ ഞാൻ ചെറുപ്പത്തില് പോയ സ്കൂളില് കണ്ടമാനം, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, പക്ഷെ കണ്ടമാനം ഇംഗ്ലീഷ് അവര് എപ്പോഴും സംസാരിക്കാറുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ ഭയങ്കരമായിട്ട് വായിക്കാറുണ്ട്. ആക്ച്വലി എന്റെ ബ്രദർക്കും എനിക്കും വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഫൈറ്റ്സ് മോസ്റ്റ്ലി ബുക്സിന്റെ മുകളിലാണ് ചെയ്തേക്കണേ. ഈ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റോസി എന്താന്ന് പറയരുതെന്ന്. അപ്പൊ വഴക്കൂടി കഴിഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മ 2-3 ബുക്സ് മേടിക്കാൻ സമ്മതിക്കും ഒരാഴ്ച. ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സേഗൽ ബ്രദേഴ്സ് ഒരു ബുക്ക് സ്റ്റോർ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് 3-4 ബുക്കാണ് മാക്സിമം അലൗഡ് പെർ വീക്ക്. 2 ബുക്സ് ഈച്ച് മേടിക്കാൻ സമ്മതിക്കാറുണ്ട്. അപ്പോ 2 ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 I have to take from my brother and വായിക്കണ്ടേ. അപ്പൊ വഴക്കൂടി കഴിഞ്ഞാൽ ഏറ്റവും ബിഗസ്റ്റ് റിട്ടേൺ വെച്ചാൽ ഞാൻ ആ ബുക്കിന്റെ ഫുൾ സ്റ്റോറി ഇപ്പൊ പറഞ്ഞുതരും. അങ്ങനെയായിരുന്നു. അപ്പൊ കണ്ടമാനം വായിക്കാറുണ്ട് ചെറുപ്പത്തില്. ആൻഡ് സ്കൂളിൽ നിന്നും ലൈബ്രറിയിൽ നിന്ന് ഞാൻ കുറെ ബുക്സ് ബോറോ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. സ്കൂൾ ലൈബ്രറി അവേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഐ തിങ്ക് അപ്പോ ഭയങ്കരമായിട്ട് വായിക്കാറുണ്ട്. അത് കാരണമുണ്ട് മേ ബി ലാംഗ്വേജ് ഇംപ്രൂവ് ആയി. പക്ഷെ ലാംഗ്വേജസ് ഐ തിങ്ക് എന്റെ ഒരു റൂൾ എന്താ വെച്ചെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് കംഫർട്ടബിൾ വെച്ചെങ്കിൽ ദാറ്റ് ഇസ് ദ ലാംഗ്വേജ് ഫോർ യു. അതിപ്പോ ചിലവരുണ്ടാവും അവർക്ക് ഫോറിൻ ലാംഗ്വേജസിൽ ഭയങ്കരമായിട്ട് കപ്പാസിറ്റി ഉണ്ടാവും, നമ്മളന്നും വിട്ടു പോകും. ഞാൻ അറിയുന്ന ചില ആൾക്കാര് 10-12 ലാംഗ്വേജസ് ഫ്ലുവന്റ്ലി സംസാരിക്കുന്നവരുണ്ട്, ഫോമർ കോളീഗ്സ്. അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അയ്യോ 10-12 ലാംഗ്വേജസ് നമ്മൾ 1-2-3 മാനേജ് ചെയ്യുന്നുണ്ട് മാക്സിമം. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും ചില ലാംഗ്വേജസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ലാംഗ്വേജസ് ലൈക്ക് സ്കിൻ, യു വെയർ ഇറ്റ് ആൻഡ് ഏത് ലാംഗ്വേജിലാണ് കംഫർട്ടബിൾ വെച്ചെങ്കിൽ യുവർ ക്രിയേറ്റീവ് പെർസ്യൂട്ട് ഷുഡ് ബി ഇൻ ദാറ്റ് ലാംഗ്വേജ്. ഞാൻ മാക്സിമം വായിച്ചത് ഇംഗ്ലീഷ് ബുക്സ് ആണ്. അപ്പൊ മേ ബി അത് കാരണം കൊണ്ട് മൈ ലെവൽ ഓഫ് കംഫർട്ട് ഇൻ ഇംഗ്ലീഷ് ഇസ് ഹയർ. ഗസ് ചെയ്യണം കേട്ടോ, എനിക്ക് അറിയില്ല. സോ ഐ തിങ്ക് എനിബഡി ഹു വാണ്ട്സ് എ ഫ്ലുവൻസി ഇൻ എ ലാംഗ്വേജ് വായിക്കുക. പിന്നെ ഓൾസോ ഇപ്പൊ കണ്ടമാനം ഓഡിയോ ആൻഡ് വിഷ്വൽ മീഡിയം ഇല്ലേ, കുറെ ആൾക്കാർ ഓഡിബിൾ കേൾക്കുന്നുണ്ട്. അപ്പോ ദ മോർ യു എക്സ്പോസ് യുവർ സെൽഫ് അത്രയും കൂടുതൽ നമുക്ക് അതിൽ കുറച്ച് എബിലിറ്റി കൂടും. ഒരു പുസ്തകം എഴുതുന്നത് തൊട്ട് അത് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഉള്ള യാത്ര ഒരു വലിയൊരു യാത്രയാണല്ലോ. അതൊന്ന് വിവരിക്കാമോ? കാരണം എന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള എഴുത്ത് മേഖല തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഒരു വഴികാട്ടി അല്ലെങ്കിൽ മാർഗനിർദ്ദേശമായിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇതിൽ ഡിഫറെന്റ് ആണ്. ഞാൻ ആക്ച്വലി ഈ ബുക്ക് തുടങ്ങിയത് ബുക്കായിട്ടല്ല. ഞാൻ ഇതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു 2020 മിഡിൽ ഓഫ് ദി ഇയർ, മാർച്ച് തൊട്ട് നാട്ടിലിങ്ങനെ ഈ ലോക്ക്ഡൌൺ വരെ ഡിക്ലെയർ ചെയ്തു. കേരളമാണ് ഏറ്റവും മുമ്പ് പറഞ്ഞത് ഇത് സ്പ്രെഡ് ആവുമ്പോണ്ട് എല്ലാവരും വീട്ടിലും മിണ്ടാണ്ടിരുന്നോളൂ, അവിടെ ഇവിടെ കിടന്ന് നടക്കരുത്. ഡൽഹിയിൽ അപ്പോഴും ആൾക്കാർ ഇങ്ങനെ പാളി നടക്കായിരുന്നു കേട്ടോ, ഇതൊന്നും ഉണ്ടാവാൻ പോണ്ടിയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ കേരളമാണ് ഏറ്റവും മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ അമ്മയും അച്ഛനും എൻഡ് ഓഫ് മാർച്ച് തൊട്ട് വീട്ടിലിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നോളോ, വർക്ക് ഫ്രം ഹോം അല്ലേ, ഇവിടുന്നും വർക്ക് ചെയ്തോളോ, ഇന്റർനെറ്റ് കണക്ഷൻ കേരളത്തിലുണ്ടാവും വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നെ കൊണ്ട് കേരള ഗവൺമെന്റ് റൂം ക്വാറന്റീൻ ചെയ്യിപ്പിച്ചു. എല്ലാ ട്രാവലേഴ്സിനും റൂം ക്വാറന്റീനും ഹൗസ് ക്വാറന്റീനും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നിങ്ങളുടെ വീട്ടിൽ റൂമില്ലാച്ചെങ്കിൽ അവര് പബ്ലിക് ഈ സ്പേസസില് ഹോട്ടൽസിലും അവിടെ എവിടെയും നിങ്ങൾക്ക് റൂം തരണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓഫ്കോഴ്സ് റൂം ഉണ്ടായിരുന്നു, ഒരു ഫ്ലോറിൽ എക്സ്ട്രാ റൂം ഉണ്ടായിരുന്നു. എന്നെ അവിടെ ഇരുത്തിപ്പോ ഈ കേരള ഗവൺമെന്റിന്റെ ഹോൾ സിസ്റ്റം വഴിച്ചാമ്പ് തൊട്ട് വൈകുന്നേരം വരെ ഒരു 10 ആൾക്കാർ ഫോൺ ചെയ്യും. നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ചുമയുണ്ടോ, നിങ്ങൾക്ക് അതുണ്ടോ, നിങ്ങൾക്ക് മറ്റതുണ്ടോ, പുറത്തേക്ക് കിടന്ന് നടക്കണില്ലല്ലോ, പോലീസുകാർ വന്ന് നോക്കും, വരുമ്പോ പുറത്ത് ബാൽക്കണിയിൽ പോയി ഹലോ പറയണം.
ഡൽഹിയിലൊന്നും കാര്യമായിട്ട് ആരും ചിലപ്പോ വല്ലവരും ഫോൺ ചെയ്തിട്ട് പറയും ഹിന്ദിയില് ഘർമേ ഹോന അച്ഛ ടീക്കെ ബൈ ബൈ എന്നുകൊണ്ട് വെക്കും. പക്ഷെ ഇവിടെ ശരിക്കും 2-3 മട്ടൊക്കെ ആൾക്കാർ പോലീസുകാരൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള സിറ്റുവേഷനിൽ ഒന്നാമത് ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. മുറിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്രയും അധികം അറ്റൻഷൻ. അപ്പൊ ഇത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഞാൻ എല്ലാ ദിവസവും ഒരെണ്ണം ഇങ്ങനെ ഫണ്ണി ട്വിസ്റ്റ് കൊടുത്തിട്ട് ഉള്ള കാര്യങ്ങളാണ് എക്സാജറേറ്റ് ചെയ്തിട്ടില്ല, എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാൻ എഴുതിയത് ഒരു ഫണ്ണി സ്റ്റൈലിലാണ്. അങ്ങനെ കുറച്ച് 2-3 പോസ്റ്റ് എഴുതി. ഇപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി വാട്സാപ്പിൽ, ഇന്ന് 11 മണിയായിട്ട് എന്താ എഴുതാത്തതെന്ന്. എന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഇതൊരു ബുക്കാണ്, ഇങ്ങനെ എഴുതിയിട്ട് കളയരുതെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ അതൊരു ജേർണലാക്കിയിട്ട് ഡീറ്റെയിൽഡ് ഫേസ്ബുക്കിൽ നിർത്തിയിട്ട് ജേർണലാക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ബുക്ക് ജേർണി പ്ലാൻഡ് ജേർണി അല്ലായിരുന്നു. പക്ഷെ കുറെ ഓഥേഴ്സ് എന്താ ചെയ്യാച്ചെങ്കിൽ അവർ പ്ലാൻ ചെയ്യും, എനിക്കൊരു ബുക്ക് എഴുതണം, ഇതാണ് എന്റെ ടോപ്പിക്. ഇതിനു മുമ്പ് ഞാൻ വേറെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് പെൻഗ്വിന്റെ, അത് ബിസിനസ് ബുക്കാണ്, വാട്ട്സ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് 2 കോ ഓഥേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സിസ്റ്റം ഇസ് ഡിഫറെന്റ്. അവർക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്നോടും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഈ ചെയ്യുന്ന ടോപ്പിക് കുറച്ച് നാരോ ആണ്, നമുക്ക് കുറച്ച് വൈഡൻ ചെയ്യണം, എന്റെ ഐഡിയ ബുക്കിന്റെ ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഐഡിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ആരെ എന്ത് ചാപ്റ്ററാ ചെയ്യാൻ പോണേ എന്നുള്ളത് നോക്കി അങ്ങനെ എഴുതി പെൻഗ്വിൻ അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ ഇതിൽ രണ്ടിലും കോമൺ എന്താ ഞാൻ മനസ്സിലാക്കിയത് വെച്ചെങ്കിൽ, ഒന്നാമത് ഒരു കോൺസെപ്റ്റ് ഓർ ഐഡിയ ഉള്ളത്, നമുക്ക് ആ ഐഡിയയും കോൺസെപ്റ്റിലും ഇൻട്രസ്റ്റ് വേണം, കുറച്ച് ഇൻട്രസ്റ്റും പാഷനും വേണം അത് എഴുതാനായിട്ട്. അല്ലെങ്കിൽ റീഡർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ വെറുതെ ബുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കാണ്, വാനിറ്റി പ്രോജക്റ്റ് ആണ്, അല്ലാണ്ട് നമ്മളുടെ ശരിക്ക് ആ ഒരു ആത്മാർത്ഥയില്ല എന്ന് മനസ്സിലാവും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പാഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വേണം. അപ്പോ ഈ റൈറ്ററുടെ ജേർണിയിൽ ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഞാൻ നോക്കിയിട്ട് കണ്ടമാനം ലൈസൻസ് കിട്ടും. റൈറ്റേഴ്സ് ബ്ലോക്ക്, എനിക്കിന്ന് എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റേത് ചെയ്യാൻ പറ്റും. അപ്പൊ ചിലപ്പോ പബ്ലിഷേഴ്സ് എന്നോട് ജോക്ക് ചെയ്യും, പറയും ചില റൈറ്റേഴ്സ് ബ്ലോക്ക് 10 കൊല്ലമായിട്ട് റൈറ്റേഴ്സ് ബ്ലോക്കാണ്, ഞങ്ങൾക്ക് മാനുസ്ക്രിപ്റ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ജേർണലിസ്റ്റ്, 10-20 കൊല്ലം ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ആൻഡ് എന്റെ ഓൺ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു ഡിസിപ്ലിൻ വേണം. ബുക്ക് എഴുതണമെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ആ ഐഡിയ സ്റ്റാർട്ട് ചെയ്യൂ. പക്ഷെ ആ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ദിവസത്തിൽ 1 മണിക്കൂറോ, എത്ര നിങ്ങളുടെ ടാർഗറ്റ് വെച്ചെങ്കിൽ ഡൂവബിൾ ടാർഗറ്റ്, അത് എന്തായാലും എഴുതണം. ചില ദിവസങ്ങളിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ ഇത് എഴുതിയേക്കുന്നത് ശരിയല്ല, ഇത് വായിക്കാനൊരു സുഖമില്ല. പക്ഷെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റീറൈറ്റ് ചെയ്യാം. പിന്നെ ഒരു നല്ല മൂഡുള്ള ദിവസം ആ ചാപ്റ്റർ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഡിസിപ്ലിൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യോഗ. എല്ലാവരും യോഗ ടീച്ചർക്ക് കാശ് കൊടുത്ത് വീട്ടില് വിളിച്ച് 10 ദിവസം 15 ദിവസം യോഗ ചെയ്തു, ഇതിനെക്കാട്ടിലും നല്ലത് ഇതില്ല. മറ്റേത് യോഗ ടീച്ചർ പോയി കഴിഞ്ഞപ്പോ യോഗയിൽ നിന്നും എല്ലാം നിന്നും. വെളിച്ചാകുമ്പോ 9 മണി വരെ എണീക്കാൻ പറ്റില്ല, കിടന്നുറങ്ങിയിട്ട്. രാത്രി 2 മണി വരെ നെറ്റ്ഫ്ലിക്സ് കാണായിരുന്നു. വെളിച്ചാകുമ്പോ 9 മണിക്ക് എന്റെ യോഗ പോയി. അപ്പോ ആ ഡിസിപ്ലിൻ പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഫോർ എ റൈറ്റർ 2 ക്വാളിറ്റീസ് എന്ന് വെച്ചെങ്കിൽ, ഒന്ന് ഹാവ് പാഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്, പക്ഷെ ഡിസിപ്ലിൻ എന്താ കമ്മിറ്റ് ചെയ്തെങ്കിൽ അത് എഴുതുക. ചില ദിവസം നന്നായി എഴുതും, ചില ദിവസം എഴുതി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നമ്മൾ മയ്യത് എന്തുട്ടാ ഞാൻ എഴുതിയേക്കണമെന്ന് അത് റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഡിസിപ്ലിൻ വിട്ടുപോയാൽ പിന്നെ ബുക്ക് വിട്ടുപോകും കയ്യിൽ നിന്ന്. ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക, എല്ലാ ദിവസവും എഴുതുക എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് പോലെ അങ്ങ് നടന്നു പോകും. ഇപ്പൊ എല്ലാ ദിവസവും എഴുതിയ ജേർണൽ ആയത് ഒരു അവസാനം ഒരു ബുക്കായത് അല്ലേ? മറ്റേ ബുക്ക് ചെയ്യുമ്പോഴും എല്ലാ ദിവസവും ഞാൻ എഴുതാറുണ്ട്. വാട്ട്സ് യുവർ സ്റ്റോറി എന്നുള്ളത് പെൻഗ്വിന്റെ ബുക്ക് ചെയ്യുമ്പോഴും ഞാൻ എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ 15 minutes 20 minutes ആവുന്നത് ഐ യൂസ് ടു കീപ്പ് എ സാറ്റർനെസ്. എനിക്ക് ഈ കമ്മിറ്റ്മെന്റ് ഉണ്ട് 7 chapters or 8 chapters എഴുതാനുള്ളത്. അപ്പൊ അത് ഞാൻ ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ എഴുതി കഴിഞ്ഞാൽ എന്റെ 8 chapters ആവും. ആ ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണം. അപ്പോ അങ്ങനെ എഴുതിയപ്പോ അത് ഇതായി. പക്ഷെ റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറെ പോർഷൻസ് ഞാൻ റീറൈറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ റീറൈറ്റ് ചെയ്തു. എന്താ വെച്ചെങ്കിൽ എനിക്ക് തോന്നി അത് ദിസ് ഇസ് നോട്ട് ദ ബെസ്റ്റ് വേ ടു എക്സ്പ്ലെയിൻ ദിസ് ടു എ ലേ റീഡർ. 2ാമത് എഴുതേണ്ടി വരും എന്നുകൊണ്ട് ഞാൻ 2ാമത് എഴുതി. പക്ഷെ അതിനും ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം ആഴ്ചയിൽ 3 ദിവസം ഞാൻ റിവിഷന് വെക്കും. 1.5 മണിക്കൂർ ടൈം എടുത്തിട്ട് എന്നിട്ട് അത് നോക്കും ഇതിൽ എന്താ, പിന്നെ അഡീഷണൽ എക്സാമ്പിൾസ് എന്താ കൊടുക്കണ്ടേ. അത് ഭയങ്കര എക്സാമ്പിൾ ഡ്രിവൺ ബുക്കാണ്. അപ്പൊ അതിനൊക്കെ ടൈം വെച്ചിട്ട് ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടി വന്നു. എഡിറ്റർ ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ.
അല്ല എഡിറ്റർ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചെങ്കിൽ ഐ തിങ്ക് ബിക്കോസ് ഐ വാസ് എൻ എഡിറ്റർ മൈ സെൽഫ്, ആ ഒരു സെൻസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പക്ഷെ ബുക്ക് ഫൈനലി സബ്മിറ്റ് ചെയ്യുമ്പോൾ പബ്ലിഷറുടെ എഡിറ്റർ ഉണ്ടാവും. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ പറയും ഇത് പ്രോബ്ലം ഉണ്ട്, യുനോ. ഇങ്ങനെ പെൻഗ്വിൻ ബുക്സും ഹാർപ്പർ കോളിൻസ് അങ്ങനത്തെ വലിയ വലിയ പബ്ലിഷേഴ്സിനെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തിയത്? അവര് അഞ്ജനയെ കണ്ടെത്തിയതാണോ, അഞ്ജന അവരെ കണ്ടെത്തിയതാണോ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? പെൻഗ്വിൻ എന്നെ കണ്ടെത്തിയതാണ്. ഞാൻ കോളംനിസ്റ്റ് ആണ് ഇക്കണോമിക് ടൈംസിൽ. അപ്പോ കോവിഡിന് മുമ്പ് അവർ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കോളംസ് വായിച്ചിട്ട് ബിസിനസ് ബുക്ക് എഴുതുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് വേറെ ഒരു ഐഡിയ ആയിരുന്നു ബിസിനസ് ബുക്കിന്റെ. പക്ഷെ അത് ഞാൻ ഒരു ചാപ്റ്റർ ഹാഫ് ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അവരോട് പോയി പറഞ്ഞു, ഇത് ഭയങ്കര അൺവീൽഡി ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി ഇറ്റ്സ് എ സീരീസ് ഓഫ് 10 books. എന്ന് വെച്ചാൽ നമ്മൾ 2000 words per ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഡു ജസ്റ്റിസ്. ദ കോൺസെപ്റ്റ്സ് ആർ സോ ബിഗ്. അപ്പൊ ഇത് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറഞ്ഞു ആ കുഴപ്പമില്ല, റിവൈസ് ചെയ്യാം, ഞങ്ങൾക്ക് വി ലൈക്ക് യുവർ റൈറ്റിംഗ് സ്റ്റൈൽ, അപ്പോ റിവൈസ് ചെയ്തോളോ, വേറെ ഐഡിയ കൊണ്ട് വി കൻ സീ എന്ന് പറഞ്ഞു. പിന്നെ ഈ 2 colleagues അപ്രോച്ച് ചെയ്തു, അവർക്ക് ചെയ്യണം. അവരുടെ പബ്ലിഷർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഇതുണ്ട്, നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഐ ക്യാൻ ചേഞ്ച് മൈ കോൺട്രാക്ട് ഇൻ ടു ദിസ് കോൺട്രാക്ട് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യു. അവർക്ക് ഓഫ് കോഴ്സ് അവർ വെരി ത്രിൽഡ്. എന്താ വെച്ചെങ്കിൽ അവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെൻഗ്വിന്റെ മേലെയുള്ള പ്രസ്റ്റീജിയസ് പബ്ലിഷറുടെ അടുത്ത് അവർ പോവുമെന്ന്. അപ്പോ ഇത് കൊടുത്തപ്പോ മാനുസ്ക്രിപ്റ്റ് ഞങ്ങൾ കൊടുത്തു, കുറച്ച് ചാപ്റ്റേഴ്സ് കൊടുത്തു. അപ്പൊ പെൻഗ്വിൻ പറഞ്ഞു ഇറ്റ്സ് എ റിയലി നൈസ് ബുക്ക്, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. ബുക്ക് നന്നായി ചെയ്തിട്ടുണ്ട് അവർക്ക്. ഇറ്റ്സ് എ ബെസ്റ്റ് സെല്ലർ ഇൻ ആമസോൺ ആൻഡ് ഇറ്റ്സ് കാറ്റഗറി സിൻസ് ലോഞ്ച്. അപ്പോ ഇറ്റ്സ് ഡൺ വെൽ. ഗുഡ്. കൂൾ. അപ്പോ ഈ കേരളത്തിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുമ്പോൾ കേരളത്തിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? ഫ്രഷ് എയർ. അത് ശരി. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ പൊല്യൂഷൻ കഴിഞ്ഞ് നോക്കുമ്പോ ആക്ച്വലി ഇറ്റ്സ് ഫ്രഷ് എയർ. ഗുഡ്. കാരണം അന്ന് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ എയർ ആയിരുന്നു ഇല്ലാതിരുന്നത് ഡൽഹിയിൽ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് തന്നെ വളരെ ഒരു സ്റ്റാർക്ക് ഡിഫറൻസ്, വളരെ വ്യത്യാസമായിട്ട് തോന്നി കേരളവും ഡൽഹിയും തമ്മിൽ. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോ ഇനിയുള്ള? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഓണമന 90 ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബുക്കാണ്. എന്താ വെച്ചെങ്കിൽ ഇതില് 40 chapters ഉണ്ട്. അതിന്റെ എഴുതിയേക്കുന്ന സ്റ്റൈൽ ഫിക്ഷൻ മേരിയാണ്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഫിക്ഷൻ, എല്ലാം റിയൽ ക്യാരക്ടേഴ്സ് ആണ്. ഈ കോവിഡ് എന്നുള്ളത് ഇറ്റ്സ് എ മോമെന്റ് ഇൻ ഹിസ്റ്ററി, ഫോർ ദ ഹോൾ വേൾഡ്. നമ്മളെല്ലാവരും കൂടി എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫേസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇൻ ലിവിങ് മെമ്മറി. സ്പാനിഷ് ഫ്ലൂ എന്നൊക്കെ പറയുന്നത് ഒരു ഫുൾ സെഞ്ചുറി മുമ്പല്ല. അപ്പൊ നമ്മളുടെ ജനറേഷനും പിന്നെ നമ്മളെക്കാട്ടിലും പേരൻസിന്റെ ജനറേഷൻ അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ ചിൽഡ്രൻ എല്ലാവർക്കും കൂടിയിട്ട് കളക്റ്റീവ് മെമ്മറി ഇതൊരു യുണീക് പോയിന്റ് ഇൻ ടൈം ആണ്. അപ്പോ ഈ ബുക്ക് ക്യാപ്ചേഴ്സ് ദാറ്റ് യുണീക് പോയിന്റ് ഇൻ ടൈം ആൻഡ് ദ ബുക്ക് ഇസ് റിയലി അബൌട്ട് പീപ്പിൾ. അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത്, കേരള ഗവൺമെന്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത്, ആൾക്കാർ തമ്മിൽ എങ്ങനെയാ ഹെൽപ്പ് ചെയ്ത്, അതിന്റെ ഒരു ത്രൂ ദ ബുക്ക് ഒരു ക്യാരക്ടർ ഓഫ് ദ സ്റ്റേറ്റ് കംസ് ഔട്ട്. അപ്പോ എന്റെ അംബിഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ മാക്സിമം പീപ്പിൾ ഷുഡ് റീഡ് ദ ബുക്ക് ആൻഡ് സീ ദാറ്റ് ദർ ഇസ് ദിസ് സൈഡ് ഓൾസോ ടു ഇന്ത്യ. കേരളത്തിന്റെ മോസ്റ്റ്ലി ആൾക്കാർ പറയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പക്ഷേ ആ ആൾക്കാരുടെ ഒരു അവര് എന്താണ് വാട്ട് ദേ ബ്രിങ് ടു ദ ടേബിൾ, അത് ഈ ബുക്കിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു തമ്മിൽ കോഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. എന്താ വെച്ചെങ്കിൽ ബുക്കിൽ ഞാൻ കുറച്ച് പോയിന്റ്സിൽ ഇൻസിഡൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫ്ലഡ്സ് ഉണ്ടായപ്പോ എങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത്, കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എങ്ങനെയായിരുന്നു, അതൊക്കെ. അപ്പൊ എന്റെ ആഗ്രഹം ദാറ്റ് എഴുതിയിട്ടുള്ള ബുക്ക് should reach as many people as possible and they should get an understanding. And it's a light read. ഇതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ടോൺ ആൻഡ് സ്റ്റൈൽ ഇസ് വെരി ലൈറ്റ്. അപ്പോ ആർ.കെ. നാരായണന്റെ മാൽഗുഡി ഡേയ്സ് അല്ലെങ്കിൽ റസ്കിൻ ബോണ്ടിന്റെ മസൂരി അങ്ങനത്തെ റൈറ്റിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ബുക്ക് ഇഷ്ടാവും. എക്സെപ്റ്റ് ഇറ്റ് ഇസ് നോട്ട് ഫിക്ഷൻ. മാൽഗുഡി ഡേയ്സ് വാസ് ഫിക്ഷൻ. ശശി തരൂർ ബുക്കിന്റെ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ he also said, I mean, these were his words, that it's like an R.K. Narayan and Ruskin Bond. Great, yeah. But true stories of people of Kerala. Yeah, നമ്മൾ മാൽഗുഡി ഡേയ്സ് കാണാത്ത അല്ലെങ്കിൽ വായിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. സോ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. മാൽഗുഡി ഡേയ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് യു കുഡ് സേ
with some level of confidence, I can say that they will love the book. മാൽഗുഡി ഡേയ്സ് ഇല്ലാത്തവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ ഈ ഓണം ഇൻ നൈറ്റി എന്ന് പറഞ്ഞ പേരിന് ഒരു കഥയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് കണ്ടുപിടിച്ചത് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള കോയിൻ ചെയ്ത സെയിം ആളാണോ? അങ്ങനെ എന്തോ ഒരു കഥ എന്താ? അല്ല അതെന്താ ഉണ്ടായത് വെച്ചെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വർക്കിംഗ് ടൈറ്റിൽ വേറെ ആയിരുന്നു. ഇപ്പൊ നമ്മള് ബുക്സും മാനുസ്ക്രിപ്റ്റ്സും പബ്ലിഷേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ഓത്തേഴ്സ് ആയിട്ട് ആസ്പിറേഷനുള്ള ആൾക്കാർക്കുള്ള ടിപ്പാണ് ഇത്. ഒരു വർക്കിംഗ് ടൈറ്റിൽ കൊണ്ട് കിട്ടും. അപ്പൊ എന്റെ വർക്കിംഗ് ടൈറ്റിൽ വേറെ ആയിരുന്നു. വർക്കിംഗ് ടൈറ്റിൽ ക്വാറന്റീൻ സ്റ്റോറീസോ അങ്ങനെ കേരള ക്വാറന്റീൻ ഡയറി അങ്ങനെ എന്തോ ആയിരുന്നു. എന്താ വെച്ചെങ്കിൽ അങ്ങനെ അതിന്റെ ആ വിഷൻ വെച്ചിട്ടല്ല ഞാൻ എഴുതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറെ ബുക്കിന്റെ ടൈറ്റിൽ പബ്ലിഷേഴ്സ് പിന്നീട് പറയും ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മൾ മാനുസ്ക്രിപ്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പബ്ലിഷർ നമുക്ക് ടൈറ്റിൽ തരുന്നു. പബ്ലിഷറുടെ ടൈറ്റിൽ ഒന്നും തരില്ല. എന്താ വെച്ചെങ്കിൽ പബ്ലിഷർ 10-50 ആൾക്കാരാണ് ഒരു അറ്റ് വൺ ടൈം പബ്ലിഷ് ചെയ്യുന്നത്. അവർക്ക് ഇതിനുള്ള സമയമൊന്നും കാര്യമായിട്ടില്ല. ബുക്ക് മാനുസ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നതിനും കുറച്ച് ദിവസം മുമ്പ് പറയുമ്പോൾ ടൈറ്റിൽ തരാൻ പറയും. അപ്പോഴാണ് ആലോചിക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാണ് പബ്ലിഷറുടെ ടൈറ്റിൽ തരും എന്ന് പറഞ്ഞിട്ട്. ചോദിച്ചപ്പോ പബ്ലിഷറിന് ഇത് ഞാൻ ടൈറ്റിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ട എന്താ ആവശ്യം? അപ്പൊ ഞാൻ പറഞ്ഞു അയ്യുദ്ധന്റെ സെക്കൻഡ് വർക്കിംഗ് ടൈറ്റിൽ ആയിരുന്നു ഫൈനൽ മാനുസ്ക്രിപ്റ്റ് ബിയോണ്ട് ദ ബാക്ക് വാട്ടർ സ്റ്റോറീസ് ഫ്രം കേരള ക്വാറന്റീൻ. പക്ഷെ ഇത് ബുക്കിന്റെ ഹ്യൂമർ തീരെ ക്യാപ്ചർ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നി. ഡൾ ടൈറ്റിൽ ആണെന്ന് തോന്നി. അപ്പൊ അവര് പറഞ്ഞു ഈ സമയമില്ല, കുറച്ചു നേരമേ ഉള്ളൂ, അത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോളീഗ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ആണ്. വി ഹാവ് നോട്ട് വർക്ക് ടുഗദർ ഇൻ ദ സെയിം പ്ലേസ്, പക്ഷെ സെയിം ബിൽഡിംഗില്. ആള് ഭയങ്കര വിറ്റി ആൻഡ് ഹ്യൂമറസ് ആണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി ഐ ഷുഡ് ആസ്ക് ഹിം, കോൾ ഹിം ആൻഡ് സ്പീക്ക് ടു ഹിം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തു സംസാരിച്ചു. മാധവൻ നാരായണൻ എന്നാണ് ഞാൻ ബുക്കിലും അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു മാഡി എന്നാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞു. മാഡി ഇങ്ങനെ ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇതിന്റെ ടൈറ്റിൽ ഇതാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ്, പക്ഷെ ഇത് ടൈറ്റിൽ ഉംഫില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ ബുക്ക് എന്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ പറഞ്ഞു മെയിൻ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ നൈറ്റി ചാപ്റ്റർ ആണ് ഓണത്തിന്റെ എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു വൈ ഇസ് ദാറ്റ് നോട്ട് ദ ടൈറ്റിൽ ഓഫ് യുവർ ബുക്ക്? ഞാൻ പറഞ്ഞു അയ്യോ ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ്. അപ്പൊ he said no, that is the title of your book, the title of the chapter is the title of your book. അങ്ങനെയാണ് ഓണം ഇൻ നൈറ്റി എന്നുള്ള ടൈറ്റിൽ വന്നത്. അതുണ്ടായിരുന്നു. പക്ഷെ അത് ചിലപ്പോ ആസ് എൻ ഓത്തർ നമ്മൾ ഭയങ്കരമായിട്ട് ബുക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻവോൾവ് ആവും. അപ്പൊ നമുക്ക് അതിങ്ങനെ കാണില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഹ്യൂമർ കാണാൻ പറ്റും. എന്നുവെച്ചെങ്കിൽ ബുക്കിന്റെ ഹോൾ ടോൺ ഇസ് വെരി ഹ്യൂമറസ്. അങ്ങനെയാണ് ടൈറ്റിൽ വന്നത്. അപ്പൊ ടൈറ്റിലിന്റെ ക്രെഡിറ്റ് ഗോസ് ടു മാധവൻ ഫോർ ഷോയിങ് മീ ദാറ്റ് ദ ടൈറ്റിൽ ഇസ് ദേർ. എന്റെ ബുക്കിലുണ്ട് ദാറ്റ് ചാപ്റ്റർ ടൈറ്റിൽ ഷുഡ് ബി ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്. ബുക്ക് എവിടെയൊക്കെ മേടിക്കാൻ പറ്റും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? അപ്പൊ US-ല് മെയ് തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും ബുക്കിന്റെ. UK-ലും ബാക്കി കൺട്രീസിലും കിൻഡിൽ, എല്ലായിടത്തും കിൻഡിൽ അവൈലബിൾ ആണ്. പ്രിന്റ് US-ല് കിട്ടും. UK-ലും ഇപ്പോ ആമസോണിൽ കിട്ടുന്നുണ്ട്, ബുക്ക് സ്റ്റോഴ്സിൽ കിട്ടുന്നില്ല. പക്ഷെ ആമസോൺ ഓൺലൈൻ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഓൾ ദ മേജർ ബുക്ക് സ്റ്റോഴ്സിൽ മേടിക്കാൻ പറ്റും. പിന്നെ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മോസ്റ്റ് കൺട്രീസിൽ കിൻഡിൽ ഇസ് അവൈലബിൾ. എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ് വേൾഡ് വൈഡ്. ഫിസിക്കൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആമസോണിലാണ് കിട്ടുന്നത്. കൊള്ളാം. അപ്പോൾ ഈ കേരളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? എന്ത് രീതിയിലാണ് ലോകം ഇനി മുന്നോട്ട് പോകേണ്ടത്? എന്റെ പേഴ്സണൽ ആസ്പിറേഷൻ ഫോർ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഓവർ കൺസംഷൻ ഉണ്ട് വേൾഡില്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ഓപ്പൺ യുവർ കബേർഡ് ആൻഡ് അതിൽ എത്ര തുണികളുണ്ടെന്ന് നോക്കുക. അതിന് എത്ര തുണികള് ആക്ച്വലി യു വെയറിങ് എവറി ഡേ? 4-5 ഉണ്ടാവുള്ളൂ. പക്ഷെ ആൾക്കാരില് 10, 100, 50 ഐറ്റംസ് ഉണ്ടാവും. അതുമാതിരി വീട്ടില് നമ്മൾ ട്രാവലിന് പോയി ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു, മറ്റത് മേടിച്ചു, ഇത് മേടിച്ചു, കാണുന്ന സാധനങ്ങൾ മുഴുവനും നമ്മൾ മേടിക്കും. എവറി ഡേ കൺസംഷനിൽ സെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത്. 30%, 40% ഡിസ്കൗണ്ടിൽ ഒരു ആക്രാന്തം കാണിച്ചിട്ട് മേടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓവർ കൺസംഷൻ ഉണ്ട്. പിന്നെ കോവിഡിന്റെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ലേണിംഗ്സ് ആണ് വെച്ചെങ്കിൽ ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്.
ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആർക്കും ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പറ്റില്ല, എന്ത് അംബിഷൻ ഉണ്ടായാലും. സോ ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. ആൻഡ് ഒരു ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ലിവിങ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓഫീസിൽ പോയിട്ട് എല്ലാ നേരവും എല്ലാവരും കുത്തിയിരുന്ന് ഓഫീസ് പോളിറ്റിക്സും ചെയ്തിട്ട് പണി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ലല്ലോ. കുറെ ആൾക്കാര് ഹോൾ വേൾഡ് 2 കൊല്ലം വീട്ടിൽ നിന്ന് പണി ചെയ്തില്ലേ, ആൻഡ് ടു ദ സെയിം ലെവൽ ഓഫ് എഫിഷ്യൻസി. പിന്നെ ഓവർ കൺസംഷൻ കുറെ കുറഞ്ഞു. ആൾക്കാര് സ്ലോ ലിവിങ്ങിലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറെ നാളായിട്ട് ഞാൻ മിനിമലിസ്റ്റ് ആണ്. ഫ്രം ഓൾമോസ്റ്റ് ഐ തിങ്ക് 2016 or so. ആവശ്യമുള്ള ഐറ്റംസ് മാത്രം മേടിക്കുള്ളൂ, എക്സസ് സാധനങ്ങൾ മേടിക്കില്ല, ഓവർ കൺസ്യൂം ചെയ്യില്ല, മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ആസ്പിറേഷൻ ഇസ് എ സ്ലോവർ സ്റ്റൈൽ ഓഫ് ലിവിങ്. എന്താ വെച്ചാൽ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത് നമുക്ക് അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് കമ്പനീസ് ഹാവ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുവെച്ചെങ്കിൽ മൊബൈൽ ഫോൺ. ആപ്പിളിന്റെ 13, 14, 16, 12, 11 എത്ര സീരീസ് നോക്കിയാലും എല്ലാ കൊല്ലം ഒരു ഫോൺ ഇറക്കും. എല്ലാ കൊല്ലവും സോൾഡ് ഔട്ട് ആണ്, വെയിറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു 50 ബ്രാൻഡ്സ് ഓഫ് മൊബൈൽ ഫോൺസ് ഉണ്ടാവും. എല്ലാവരും കൊല്ലത്തിൽ ഒരു 5, 10, 12 മോഡൽസ് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോൺ കോൾ ചെയ്യാനായിട്ട്, ഇമെയിൽ ചെക്ക് ചെയ്യാൻ, സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാനുണ്ടാവും, ചിലവര് ഗെയിമിങ്, പിന്നെ മൂവി വാച്ചിങ്. ഈ ഫങ്ഷണാലിറ്റി 5 കൊല്ലം പഴയ ഫോണിലും ഉണ്ട്, ഇപ്പോഴത്തെ ഫോണിലും ഉണ്ട്. 5 കൊല്ലം പഴയ ഫോണും ശരിക്കും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നു ഈ ലേറ്റസ്റ്റ് മോഡൽ കിട്ടിയില്ല വെച്ചെങ്കിൽ എന്തോ സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇപ്പൊ വേൾഡിൽ ചിപ്പ് ഷോർട്ടേജ് ഉണ്ടായി, ഫോൺസ് കിട്ടുന്നില്ല വെച്ചെങ്കിൽ ഉള്ള ഫോണിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കില്ലേ? അപ്പോ എന്റെ അപ്പീൽ എന്താണെന്ന് വെച്ചെങ്കിൽ കോൺഷ്യസ് ലിവിങ്ങിന്റെ അടുത്തേക്ക് പോവാ. ഓവർ കൺസംഷന്റെ ആവശ്യമില്ല. എല്ലാ കൊല്ലവും കാറിന്റെ മോഡൽ ചേഞ്ച് ചെയ്യുക, ഫോണിന്റെ മോഡൽ ചേഞ്ച് ചെയ്യുക, അതൊക്കെ ഓൾ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ട്. ഓവർ കൺസ്യൂം ചെയ്യുക. നമുക്ക് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റീസ് എസ്പെഷ്യലി അമേരിക്കയിൽ ഭയങ്കരമായിട്ട് വേസ്റ്റേജ് ഉണ്ട്. ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ US പോയി കഴിഞ്ഞാൽ ചൈൽഡ്സ് പോർഷൻ ഓർഡർ ചെയ്യുള്ളൂ, അതന്നെ ഫിനിഷ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു കൺസ്യൂമർ ഹൈപ്പർ കൺസ്യൂമർ കൾച്ചർ ആയിരുന്നു. അപ്പൊ എന്റെ ആഗ്രഹം ആൻഡ് വിഷൻ ഫോർ ദ വേൾഡ് ഇസ് ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. പണ്ടത്തെ ഈ നമ്മൾ പറയില്ലേ ആചാരങ്ങളും രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ കേരളത്തിലത്തെ ഒരു പ്രോബ്ലം ഞാൻ നോട്ടീസ് ചെയ്യുന്നത് വിത്തിൻ മൈ റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി ഓൾസോ, കണ്ടമാനം ഡിസ്പ്രപ്പോർഷനേറ്റ് നമ്പർ ഓഫ് വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് നോക്കാൻ ആൾക്കാരില്ല. കുട്ടികളെല്ലാം പുറത്താണ്, US, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ നല്ല നല്ല ജോലികളിലാണ്. പക്ഷെ അവിടെയാണ്, അവിടെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കണു, അത് ജോലി ചെയ്യണു. അത് വിട്ടിട്ട് അവർക്ക് ഓൾഡ് പേരൻസിനെ നോക്കാനുള്ള സമയമില്ല. ഓൾഡ് പേരൻസിനെ വെച്ചെങ്കിൽ നാട് വിട്ട് പോണം ഇല്ല. അവര് പറയണു എനിക്ക് വിളിച്ച അമ്മ വേണ്ടിട്ട് അമ്പലത്തിലേക്ക് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്റെ ചേച്ചി ഉണ്ട്, അനീത്തി ഉണ്ട്, മറ്റോരുണ്ട്, മറിച്ചോരുണ്ട്, എനിക്ക് ഇവിടെ തന്നെ ഈ പരിസരത്ത് വേണം. അപ്പോ അവർക്കിട്ട് സുഖമില്ലാന്ന് ആലോചിച്ചോളോ. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അസുഖം, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരും. അവരെ നോക്കാൻ ആൾക്കാരില്ല. എക്സ്ട്രീം ലോൺലിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ പണ്ടത്തെ ജോയിന്റ് ഫാമിലി സിസ്റ്റം, അതില് എല്ലാവരും കൂടെ താമസിക്കുമ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിലത്തെ ചെറുപ്പക്കാര് നോക്കും അവരെ, അല്ലെങ്കിൽ ബാക്കി ആൾക്കാരുണ്ടാവും. ഒരു വീട്ടില് 8, 10, 12, 15 ആൾക്കാരുണ്ടെങ്കിൽ 2 ആൾക്കാർക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി നോക്കാൻ പറ്റും അവരെ. ഇപ്പോഴത്തെ കാലത്തെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലത്തെ ഒരു ഫോൾ ഔട്ട്, സ്പെഷ്യലി ഇൻ കേരള, എനിക്ക് തോന്നുന്നു ഇതാണെന്ന്. അപ്പൊ കുറെയൊക്കെ നമ്മള് മോഡേണൈസ് ചെയ്തേക്കുന്നത് ചില കാര്യങ്ങൾ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ മോഡേണൈസേഷൻ ഓഫ് മെഡിസിൻ. We have been able to prevent disease. Technology കാരണം technology is a leveler. ഇപ്പോ you are a podcaster, you're sitting in the US, ഞാനിപ്പോ നാട്ടിലാണ്. We're able to do a podcast. There's a democratization. പണ്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും only if you have a big brand or a label supporting you, അല്ലേ? Correct. വല്ല പബ്ലിക്കേഷൻ സെൽഫ് ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിൻ്റെയൊക്കെ ഒരു പ്ലസസ് ഉണ്ട്, അത് ഞാൻ നോന്ന് പറയല്ല. പക്ഷെ ഓവറോൾ ഐ ഫീൽ ഒരു ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ പോസിബിൾ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ദ വേ ഫോർവേഡ്. നമുക്ക്
keep everything only need based. Excess cut off here. Great. അതാണ് എൻ്റെ ഒരു ആൻഡ് ലേണിംഗ് ഫ്രം ദ കോവിഡ് ആൻഡ് ദിസ് കോവിഡ് കാരണം കുറെ ആൾക്കാർ ഈ സ്ലോ ലിവിങ് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ that is possible as a lifestyle. ഗ്രേറ്റ് ഇൻസൈറ്റ്. ഞാനും വളരെയധികം അഗ്രി ചെയ്യുന്നു അതിൽ. സോ ഇത്രയും നേരം ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചതിൽ വളരെ വളരെ അധികം നന്ദി. അപ്പോൾ അഞ്ജനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഇപ്പോൾ ഇത് കേട്ടിട്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് എളുപ്പ വഴി? ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഉണ്ട് മെനനഞ്ച്, ട്വിറ്റർ ഹാൻഡിലും സെയിം ആണ് മെനനഞ്ച്, MENONANJ. അപ്പോൾ they can reach out to me. But thank you so much for having me on the show. താങ്ക് യു വെരി മച്ച്. യെസ്, ഞാൻ ഷോ നോട്ട്സിൽ കൊടുത്തേക്കാം ബുക്ക് മേടിക്കുന്നതിൻ്റെ ലിങ്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ എൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കുന്നതായിരിക്കാം. സോ ഇനി താങ്ക് യു വെരി മച്ച് അഗെയിൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു സോ മച്ച്. അഞ്ജനയുമായുള്ള സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓണം ഇൻ എ നൈറ്റി എന്ന പുസ്തകം വായിക്കുമെന്നും കരുതുന്നു. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കണം കേട്ടോ. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.